മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ, പിന്നീട് അങ്ങോട്ട് ഒരുപാട് വ്യത്യസ്തമായ വേഷങ്ങളിൽ കൂടി മലയാളികളുടെ പ്രിയങ്കനായി മാറിയ കലാഭവൻ ഷാജോൺ. എല്ലാവർക്കും നമസ്കാരം. ചെങ്ങന്നൂർ സുഖമല്ലേ? സുഖമല്ലേ എന്ന് ഞാൻ എന്തൊരു ചോദ്യമല്ലേ. കേരളം കാണാത്ത രീതിയിലുള്ള ഒരു മേള സംഘടിപ്പിച്ച് ഇത് ഇത്രയും മനോഹരമായിട്ട് കേരളത്തിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന കുറേ അധികം കലാകാരന്മാരെയും കലാകാരികളെയും കൊണ്ടുവന്ന് ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണ്ടി നിരത്തി ഒരു മേള അവതരിപ്പിച്ചിട്ട് ഞാൻ നിങ്ങളോട് സുഖമാണെന്ന് ചോദിക്കുന്നത് എന്നെ അടിക്കണം അല്ലേ? ഉദ്ഘാടകനായിട്ട് വന്ന ആരാണ്? നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഇനിയും വരാനിരിക്കുന്നു, നമ്മുടെ ടൊവി വരാനിരിക്കുന്നു, അതുപോലെ ഒരുപാട് പേര്. അതിനൊപ്പം എനിക്കും എൻ്റെ ടീമിനും കൂടി ഇതുപോലൊരു ഗംഭീര സത്യം പറയട്ടെ, ഈ അടുത്തൊന്നും ഇത്രയും അധികം ഓഡിയൻസ് ഉള്ളൊരു സ്റ്റേജിൽ ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടില്ല കേട്ടോ. ഗംഭീരമാണ്, നിങ്ങൾ അടിപൊളി എനർജി, സൂപ്പറാണ്, അടിപൊളിയാണ്. അതിന് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദി. ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന സജി സരിയ സാർ, താങ്ക് യു സോ മച്ച്. ചെങ്ങന്നൂരിന്റെ സ്വന്തം കുട്ടൻ മോന് ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. സാറേ ഉക്കരം പേരാവട്ടെ, ഇത്രയും ക്യൂട്ടായിട്ടുള്ളൊരു പേര് വേറെ ഒരു മിനിസ്റ്ററിനും എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. കുട്ടൻമോൻ ഇനി എന്നും ചെങ്ങന്നൂർക്കാരുടെ ചക്കരക്കുട്ടനായിട്ട് സാർ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സാറേ. അടിപൊളിയാണ്. അത് എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു വേദി തന്നുകൊണ്ട് ഞാൻ പറയുന്നതല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. ഞാനൊരു ആവശ്യത്തിന് വേണ്ടി സാറിന് ഒരു തവണ കാണാൻ വേണ്ടി പോയി, മറ്റൊന്നിനുമല്ല. നിങ്ങൾക്കറിയാം ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പം ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. അപ്പം ആ സംഘടനയുമായി ബന്ധപ്പെട്ട വളരെ ന്യായമായിട്ടുള്ളൊരു കാര്യത്തിന് ഞാൻ സാറിനെ പോയി കണ്ടിരുന്നു. ജോജോയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ PA. അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഷാജോൺ എനിക്കൊരു 2 ദിവസം തരണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു സാധാരണ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് മിനിസ്റ്റേഴ്സ് ഭയങ്കര ബിസി ഉള്ളവരാണ്, അവർ ചിലപ്പം മറന്നു പോയേക്കാം, അവർ ചിലപ്പം കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കാം വിളിക്കുക. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പം കൃത്യമായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് ട്രിവാൻഡ്രം വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം സാർ. ഓക്കെ, ജോജോ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. ജോജോ എന്നെ വിളിച്ചു. ഞാൻ പ്രസിഡന്റ് നാദിർഷയ്ക്കാണ്, ഞാൻ നാദിർഷയ്ക്ക് അടക്കം ഞങ്ങൾ കുറേ പേര് ട്രിവാൻഡ്രത്തിന് പോയി, സാറിനെ പോയി കണ്ടു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ആരാണോ ഏത് സംഗീത നാടക അക്കാദമി ആയിട്ടുള്ളൊരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. സംഗീത നാടക അക്കാദമിയുടെ മെയിൻ ആളുകളെ സാർ ഇവിടെ വിളിച്ചിരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് സാർ അവരോട് പറഞ്ഞു, ഇവർ പറയുന്ന കാര്യം വളരെ ന്യായമാണ്, എത്രയും പെട്ടെന്ന് അത് ചെയ്തു കൊടുക്കണം. സത്യം പറയാലോ, അടുത്ത വർഷം മുതൽ ഞങ്ങൾ മിമിക്രിക്കാർക്ക് സ്റ്റേറ്റ് തലത്തിൽ 3 അവാർഡ് വരെ തരണമെന്ന് സാർ അവരോട് പറഞ്ഞിരിക്കുകയാണ്. അത് സാറ് എന്നോട് പറഞ്ഞത്, ഷാജോണെ, ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ എല്ലാ കലകളും ജനങ്ങൾ ആസ്വദിക്കുന്നവരാണ്. പക്ഷെ എവിടെയെങ്കിലും കുറച്ച് ആട് കൂടണമെങ്കിൽ, അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിൽ ഒരുപാട് അവരെ ഇഷ്ടപ്പെടുന്നത് മിമിക്രിക്കാരെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ തിരക്കിനിടയ്ക്ക് എപ്പോഴാണ് ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ സാറ് എൻ്റെ കുറേ സിനിമകളുടെ പേരുകളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ ഇവിടെ വന്നിട്ട് സാറിന് പുകഴ്ത്തി പറയാമെന്ന് വിചാരിക്കരുതെന്ന് കരുതി ഞാൻ ഇത്രയും പറഞ്ഞാണ്. താങ്ക് യു സോ മച്ച് സാർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി എന്നും ഈ മനസ്സിലുണ്ടാവും. അപ്പോൾ ചെങ്ങന്നൂർക്കാരെ നമ്മൾ പൊളിക്കല്ലേ? ഒന്നും നോക്കണ്ട, വെച്ചലക്കിക്കോ. ഒരു ഗംഭീര ടീമുമായിട്ടാണ് നമ്മളോട് വന്നിട്ടുള്ളത്. എല്ലാം ഉണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, മിമിക്രി ഉണ്ട്, സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ട്, എല്ലാം കൊണ്ട് നമ്മൾ പൊളിക്കും. അപ്പൊ എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഷാജിയുടെ പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഒരു പുതുവർഷം കഴിഞ്ഞ് തുടങ്ങിയിട്ട് ഇപ്പൊ ജനുവരി തീരാറായി. ജനുവരി 24 ആയല്ലേ? അതെ. അയ്യോ, അത് ഞാൻ ഓർത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം പോകുന്നത്, മണിക്കൂറുകൾ പോകുന്നത്, ദിവസങ്ങൾ പോകുന്നത്, മാസങ്ങൾ പോകുന്നത് നമ്മൾ അറിയുന്നില്ല. അതിന് പ്രധാന കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഇരിക്കുന്ന ഒരു ചെറിയ സാധനമാണ് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോൺ നമ്മളൊന്ന് സമയം നോക്കാൻ വേണ്ടി എടുക്കുന്നതായിരിക്കാം, പക്ഷെ അതിൽ നോക്കിയിരുന്ന് നമ്മൾ സമയം പോകുന്നത് നമ്മൾ അറിയേയില്ല. സത്യം പറയാണ്. പക്ഷെ ഫോണില്ലാത്ത ദിവസത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ശരിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പണ്ടുള്ളവരൊക്കെ ഫോൺ കണ്ടുപിടിച്ച എന്തിനാണ്? ദൂരെ ഉള്ളവരുമായിട്ട് നമുക്ക് സംസാരിക്കാം. പക്ഷെ ഈ ഫോൺ, മൊബൈൽ ഫോൺ ആയതോടുകൂടി വീട്ടിലുള്ളവർ പോലും ഇപ്പോൾ പരസ്പരം സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ശോഭനമ്മ മാമിന്റെ മുഖത്ത് എന്തോ ഒരു ചിരി വരുന്നുള്ളത് പോലെ ഞാൻ കണ്ടു. സത്യമല്ല അത്?
സത്യമാണ്. ശോഭന മാം ഇന്ന് ട്രിവാൻഡ്രത്ത് പോകണ്ടാണ് കേട്ടോ. എന്നോട് വിളിച്ച് പറഞ്ഞു, എന്നോട് ഞാൻ സജിയോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് പോകുന്നില്ല, നാളെ പോകുന്നുള്ളൂ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, മൊബൈലുകൊണ്ട് അങ്ങനെ കുറെ കുഴപ്പങ്ങളുണ്ട്. പക്ഷെ ഫോൺ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായില്ലേ ഷാജന? ഭാഗമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത് എന്റെ ഒരു സുഹൃത്തിന് പെണ്ണ് കാണണം. അവന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറവാട്ടിൽ പിറന്ന ആരുടെയും മുഖത്ത് നോക്കാത്ത നാണം കുടുങ്ങിയായിട്ടുള്ളൊരു പെണ്ണ് വേണമെന്നാണ്. അയ്യോ, അങ്ങനെയുള്ള പെമ്പിളേരൊക്കെ ഇപ്പൊ കിട്ടുമോ? കിട്ടിയടാ, കിട്ടിയെന്ന് ഞാൻ പെണ്ണ് കാണാൻ പോയല്ലോ. എന്നിട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഇവനെ കണ്ടപ്പോ പെണ്ണിന്റെ വീട്ടുകാർക്കൊക്കെ അങ്ങ് ഭയങ്കര ഇഷ്ടമായി. അവരെല്ലാരും വരുന്നു, ചായ കൊടുക്കാൻ പറയുന്നു, അവരെല്ലാരും ഫുൾ സെറ്റപ്പ്. പെണ്ണിനെ വിളിക്കുന്നു, പെണ്ണ് ചായയായിട്ട് വരുന്നു, താഴേക്ക് നോക്കി നാണം കുടുങ്ങിയായി വരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പെണ്ണ് ഇവൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരാളുടെ മുഖത്ത് നോക്കുന്നില്ല. സത്യം സത്യം. എന്നിട്ട് താഴോട്ട് കുരിഞ്ഞ് ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ പേര് ചോദിച്ചവൻ പറയും ഇൻസ്റ്റ ഐ ഡി ഇതാ, ഞാനത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ നമുക്ക് ഇൻസ്റ്റ വഴി ചാറ്റ് ചെയ്യാം. അതാണ് ഫോണിന്റെ കുഴപ്പം. ശരി, പക്ഷേ ഈ ഫോൺ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് സാധ്യത. ചാറ്റ് ചെയ്യാം, ഓപ്പൺ ചീറ്റിംഗ് ഉണ്ടല്ലോ, ആപ്പാണ് കൂടുതലും, മെയിൽ അയക്കാം. നിന്റെ ഫോണിൽ കൂടുതൽ ഫീമെയിൽ അല്ലേ? അയ്യ, അതല്ല പറഞ്ഞിട്ട് ചേട്ടാ, അതല്ല, നമുക്ക് നല്ല നല്ല ഫുഡുകൾ ഓർഡർ ചെയ്യാൻ പറ്റും. അത് കറക്റ്റാ. നല്ല ഫുഡ് എവിടെ കിട്ടും, അങ്ങോട്ട് എങ്ങനെ പോകണം എന്നൊക്കെ ഈ ആപ്പിലുണ്ട്. ഇനി പൈസ കൊടുക്കുമ്പോഴാണല്ലോ അതിന് പ്രത്യേക ആപ്പുണ്ട്. പൈസ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ കേൾക്കുന്ന ആരുടെ ശബ്ദമാണ്? നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ 55 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, കിട്ടാൻ നന്ദിയുണ്ടേ എന്ന് പറഞ്ഞ് മമ്മൂക്കയുടെ ശബ്ദം നമുക്ക് കേൾക്കാം. അത് ശരിയാണ്. പക്ഷേ ഏറ്റവും വലിയൊരു ഗുണം ഫോൺ കൊണ്ടുള്ളത് അറിയോ? ഗൂഗിൾ മാപ്പ് ഉണ്ട്. ഗൂഗിൾ നമുക്ക് എവിടെയെങ്കിലും പോയി പെട്ടുപോയുണ്ടോ? പെട്ടെന്ന് ഗൂഗിൾ മാപ്പിനെ കുറിച്ച് വല്ലതും പറയേണ്ട കാര്യമുണ്ടോ? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ ഗൂഗിൾ മാപ്പിട്ട് മാന്നാറിന് പോയത്, അവൻ ചെന്ന് ഇന്നത് മൂന്നാറാ. എന്നിട്ട് എന്ത് ചെയ്യാനായിട്ട് അവിടെ നീലക്കുറിഞ്ഞ് പൂത്തതൊക്കെ കണ്ട് 2 മങ്കി ക്യാപ്പ് മേടിച്ചിട്ട് അവനിക്ക് പോകുന്നു. ഗൂഗിൾ മാപ്പിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യം. പക്ഷെ വേറെ കേസുണ്ട്, ഇത് ഭയങ്കര ടെൻഷൻ ഫ്രീ തരുന്ന ഒരു സാധനമാണ് ഈ ഫോൺ. ഫോൺ ടെൻഷൻ ഫ്രീ. നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും സിനിമ സോങ്ങോ കണ്ട് ടെൻഷൻ ഫ്രീ ആണ്. ടെൻഷൻ ഫ്രീ ഫോണോ? അതെ, ടെൻഷൻ ഫ്രീ ഫോൺ. ടെൻഷൻ ഫ്രീ ആണെന്ന് പറയുന്ന ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കുവോ? ഫോൺ ടെൻഷൻ ഫ്രീ ആണെന്ന്. മോനേടാ, നീ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ടെൻഷൻ എന്താ? ഏറ്റവും വലിയ ടെൻഷൻ ഇപ്പൊ ഭാര്യയെ പ്രസവത്തിന് അതൊന്നും ഒരു ടെൻഷൻ അല്ല. പരീക്ഷയുടെ സമയത്തുണ്ടാവും. പരീക്ഷയൊക്കെ ഒരു ടെൻഷനാണോ? അതിലും വലിയ ടെൻഷൻ, അതിലും വലിയ ടെൻഷൻ, അതിലും വലിയ ടെൻഷൻ ഉണ്ട് മോനെ. പാസ്വേഡ് ഇല്ലാത്ത ഫോൺ മറന്ന് വീട്ടിൽ വെച്ചിട്ട് പോകണം, അതും ഭാര്യയുള്ളപ്പം. ഇത്രയും ആണുങ്ങൾ ടെൻഷൻ അടിക്കുന്ന ഒരു ദിവസം വേറെ ഉണ്ടാവില്ല എന്നാ പറയുന്നത്. സത്യം. പക്ഷെ കഴിഞ്ഞ ദിവസം വേറെ പേരുണ്ട് ഇതുപോലെ ഈ മോട്ടിവേഷൻ ക്ലാസ്സിൽ ഒരുപാട് എടുക്കുന്ന ഒരാള് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഓഫീസിൽ വന്നു. ഇപ്പൊ സ്കൂളുകളിലും കോളേജിലൊക്കെ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമല്ലോ. അങ്ങനെ ഒരാള് ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ മൊബൈൽ ഫോൺ ഒരിക്കലും നിങ്ങൾ വീട്ടിൽ വെക്കരുത്, നിങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കുന്നത് ഭയങ്കര ടെൻഷൻ തരുന്ന ഒരു സാധനമാണ്. അദ്ദേഹം പറഞ്ഞു എനിക്ക്. പുള്ളിയുടെ ഭാര്യ പാസ്വേഡ് കണ്ടുപിടിച്ച് കാണും, ഒരു സംശയമില്ല മോനെ, കണ്ടുപിടിച്ച് കാണും. ചേട്ടാ, വേറെ കാര്യമുണ്ട്. പക്ഷെ ഈ മൊബൈലിനെ കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് ഈ യൂട്യൂബ് ചാനൽ കൂടി എന്തുമാത്രം കുടുംബങ്ങൾ. യൂട്യൂബ് ചാനൽ അതൊരു കറക്റ്റ് കാര്യമാണ്. എന്റെ വീട്ടിലുണ്ട് 2 യൂട്യൂബ്. ഭാര്യയ്ക്ക് ഉണ്ട് ഒരു ചാനൽ, എന്റെ മോൾക്കും ഉണ്ട് ഒരു ചാനൽ. പക്ഷെ ഞാൻ ഈ ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നെ പോലെ തന്നെ പലരും യൂട്യൂബ് ചാനൽ തുടങ്ങാത്ത എന്താണെന്നറിയോ? മറ്റേ സാധനം പറഞ്ഞാൽ കിട്ടത്തില്ല. ലൈക്കൊക്കെ പറയണം, ഷെയർ ചെയ്യുന്നു. ഷെയർ ഒക്കെ എത്ര വേണം പറയാം. ബെല്ലൈക്കണൊക്കെ എത്ര തവണ വേണം നമുക്ക് പൊട്ടിക്കാം. പിന്നെന്താ മറ്റേ സബ്സ്ക്രൈബ് ചെയ്യൂന്ന് പറയുന്നത് പലർക്കും കിട്ടാത്തതുകൊണ്ടാണ് പലരും യൂട്യൂബ് ചാനൽ തുടങ്ങാത്തത്. അത് ശരി, അതുകൊണ്ടല്ലേ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇപ്പൊ ഈ പഴയ കാലത്ത് ഒരുപാട് പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ട്. പഴഞ്ചൊല്ലുകളുണ്ട്. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുള്ള പഴഞ്ചൊല്ല് എന്താണ്? ഞെട്ടില്ല വട്ടേല പപ്പടം. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരുടെ പഴഞ്ചൊല്ല് ഞെട്ടില്ല വട്ടേല എന്നല്ല, നെറ്റില്ലേ വട്ടാകും. ഇതാണ് പഴഞ്ചൊല്ല്. എന്തായാലും നമ്മളിങ്ങനെ സംസാരിച്ചാൽ പോരാ. ഷാജൻ ചേട്ടൻ ഈ അടുത്തൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഗായകനായി തകർത്ത്. ഇപ്പൊ ശരിക്കും സത്യം പറഞ്ഞാൽ എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു കഞ്ചാവ് അടിച്ച് നടക്കുന്ന പയ്യൻ വരെ അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇട്ടിട്ട് എന്തൊക്കെയോ കുറിച്ച് ഷാജന്റെ പാട്ട് ഇട്ടേക്കുന്നത്. പാട്ടല്ലേ? അതങ്ങനെ സംഭവിച്ചു പോയതാണ്. സൈസാറും പറഞ്ഞു ഷാജോന്റെ വൈറലായിട്ടുള്ള ഒരു പാട്ട് പാടണമെന്ന്. ഞാനൊരു റിക്വസ്റ്റ് നിങ്ങളോടുണ്ട്. ഇന്നലെ വിധു ആയിരുന്നു, അതിനു മുമ്പ് റിമി ടോമി വന്നു, സ്റ്റീഫൻ ദേവസി വന്നു, ജോത്സ്ന വന്നു. ഞാൻ ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഇവര് സംഗീതം പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല. അവർക്കത് പാട്ടാണ്, പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊരു പോരാട്ടമാണ്. അപ്പൊ ഈ പോരാട്ടത്തിൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുവോ? ഒരു നല്ല കൈയടി തരാമെങ്കിൽ ഞാൻ ഒന്ന് പാടി നോക്കാം. നല്ല സപ്പോർട്ട്. ഓക്കെ, ചെങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ ഇത്ര സ്നേഹസമ്പന്നരായ ആൾക്കാരാണ്. കണ്ണാടി ഒന്ന് മാറ്റുന്നേ. ഓക്കെ,
ഈ അടുത്ത ഒരുപാട് പേര് നമ്മുടെ ഒരു ചാനലിന് വേണ്ടി ചെയ്ത ഷോയിലായിരുന്നു ആ പാട്ട് പാടിയത്. അത് ഒരുപാട് പേര് ഷെയർ ചെയ്ത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആ പാട്ട് ഒന്നും കൂടി ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും കൈഡിയും ഉണ്ടാവും. ഓക്കെ, റെഡിയല്ലേ? ആ, താങ്ക് യു. തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനും വന്നു നീ സോ മച്ച്. ഇനി ഒരു അടിപൊളി പാട്ടോട് വേണ്ടേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ ലാലേട്ടന്റെ തന്നെ ഒരു പാട്ടിലോട്ടാണ് ഞാൻ പോകുന്നത്. ഇതൊരു ശ്രമമാണ്, എല്ലാവരും കൂടെ ഉണ്ടാവണം. ഓക്കെ, നമുക്ക് പൊളിക്കാം. ഓക്കെ, താങ്ക് യു.
താങ്ക് യു. എന്തായാലും ഷാജു ചേട്ടൻ പാട്ടുകാരനല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് പാടി. നല്ല പാട്ടുണ്ടായിരുന്നോ? എന്നാ കയ്യടി ഒരുക്കി കൂടി നോക്കാലോ. ഒരുപാട് സന്തോഷം. ഇനി വേദിയിലേക്ക് വരുന്നത് എനിക്ക് ഏറെ അഭിമാനത്തോടു കൂടി ഞാൻ ഈ വേദിയിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ ഈ നാട്ടിൽ നിന്നും ഒരുപാട് വേദികളിലേക്ക് നല്ല നല്ല പാട്ടുകൾ പാടി മലയാള പെണ്ണി ഗായകർക്കൊപ്പം ഇന്ന് ഒരുപാട് യാത്രകൾ നടത്തുന്ന ഒരുപാട് വേദികൾ വിദേശത്തും സ്വദേശത്തും ഒക്കെ ഒരുപാട് പാട്ടുകൾ പാടി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ ചെങ്ങന്നൂരുകാരിയാണ് ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട, ഞങ്ങളുടെ അഭിമാനം അപർണ അശോകിനെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.